പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബലരാമന്റെ ചതികളെപ്പറ്റി ഒടുവിൽ അറിയാനിടയായതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ബാക്കിയായിരിക്കുകയാണ് ഇപ്പോൾ കൃഷിന്റെ മുന്നിൽ. ഇതോടെ കൃഷ് സത്യങ്ങളെല്ലാം തന്റെ അച്ഛനെ അറിയിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കൃഷ് ഇതേ തുടർന്ന് തിരികെ സാഗറിനെ കാണുന്നതിനായി എത്തുകയും സാഗറിനോട് ഇത്രയും വലിയൊരു ചതി ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്താണ് നീ പറയുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ല എന്ന് വ്യക്തമാക്കുകയാണ് കൃഷിന്റെ അച്ഛൻ. ഇതോടെ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മളെ ചതിക്കുകയാണ് ഇപ്പോൾ ബലരാമൻ ചെയ്യുന്നത്. കൃപയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ബലരാമനാണ് എന്നുള്ളതിന് ഇപ്പോൾ എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്. ഇത് കേൾക്കുന്ന സാഗർ, നീ എന്താണ് പറയുന്നത്? അവൻ ഹോസ്പിറ്റലിൽ വന്ന് ഞങ്ങളുടെ മുന്നിൽ വെച്ച് കരഞ്ഞതെല്ലാം ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവനൊരിക്കലും ഇങ്ങനെ ചെയ്യാൻ സാധിക്കുകയില്ല. നീ കേട്ടത് ശരിയല്ല. ഇതോടെ അവിടേക്ക് കടന്നു വരുന്ന കൺമണി സാഗറിനോട് പറയുകയാണ്, അങ്കിൾ, നിങ്ങളെ എല്ലാവരെയും അയാൾ വിദഗ്ധമായി പറ്റിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ കമ്പനിയുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും വില്ലനാണ് ബലരാമൻ. അവനെ ഒരിക്കലും വിശ്വസിക്കരുത്. നിങ്ങളുടെ മുന്നിലെല്ലാം അവൻ മികച്ച ആക്ടിംഗ് ആണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അവനെ വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ ഇപ്പോഴും അവൻ്റെ സത്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. എനിക്ക് തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല അങ്കിൾ. നമ്മളുടെ മുൻപിലെല്ലാം അവൻ ചിരിച്ചു കാണിക്കുകയും അവൻ്റെ യഥാർത്ഥ മുഖം മറച്ചു വെക്കുകയുമാണ് അവൻ ഇതുവരെ ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്തിന്? അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ ഉള്ള കാര്യം. ഒരിക്കലും അവന് നമ്മളുടെ കമ്പനിയോടോ കുടുംബക്കാരോടോ ദേഷ്യമുണ്ടാകേണ്ടതായി യാതൊരു കാരണവും ഞാൻ കാണുന്നില്ല. പിന്നെ എന്തിനായിരിക്കും അവൻ നമ്മളുടെ കുടുംബത്തോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇത് കേട്ടതിനെ തുടർന്ന് അതിന് പിന്നിലെ ഒരു കാര്യം ഞാൻ പറയാം. വളരെയധികം അന്വേഷിച്ചാണ് ഞാൻ ആ സത്യങ്ങൾ കണ്ടെത്തിയത്. സുമിത്ര എന്നാണ് ബലരാമന്റെ അമ്മയുടെ പേര്. അവരെ അച്ഛന് വല്ല ഓർമ്മയുമുണ്ടോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് സാഗർ. ഇതോടെ അവർ പുതിയൊരു കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇവിടേക്ക് മടങ്ങി വന്നത് ബലരാമനെ കൊണ്ട് നമ്മളുടെ കുടുംബത്തെ ഇല്ലാതാക്കണം എന്ന ഒറ്റ ലക്ഷ്യവുമായി. മാത്രവുമല്ല, മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇവിടെ. ബലരാമന്റെ അച്ഛൻ ബാലുവിനെ അച്ഛന് നന്നായി അറിയാം. അച്ഛന് പഴയ കാര്യങ്ങൾ ഓർക്കാൻ സാധിക്കുന്നുണ്ടോ? പണ്ട് നമ്മളെ ചതിക്കാൻ ശ്രമിച്ച ആ ബാലുവിൻ്റെ മകനാണ് അവൻ. അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ സാഗർ. ബാലുവിൻ്റെയോ? അതെ, അയാൾ മരിച്ചിട്ടില്ല. അയാൾ അന്നത്തെ ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അയാൾക്ക് വേണ്ടിയാണ് അയാളുടെ മകനായ ബലരാമൻ ഇപ്പോൾ പകപോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ എല്ലാവരെയും കൊല്ലണം എന്ന ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ അവൻ്റെ മനസ്സിലുള്ളത്. അതിനു വേണ്ടിയാണ് അവൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇത് കേൾക്കുന്ന സാഗർ പഴയകാല സംഭവങ്ങളെ പറ്റി ആലോചിക്കുകയാണ്. തൻ്റെ സുഹൃത്തായിരുന്ന ബാലുവിനെ പറ്റി.
പിന്നീട് ബാലുവുമായി ഉണ്ടായ പ്രശ്നങ്ങളും അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളുമെല്ലാം മനസ്സിലേക്ക് കയറി വന്നതിനെ തുടർന്ന് ആകെ ഒന്ന് തകർന്നു പോവുകയാണ് സാഗർ. പക്ഷേ ഇങ്ങനെ തകർന്നിരിക്കാൻ തനിക്ക് പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ എന്തായാലും പ്ലാൻ ചെയ്യണമെന്നും ചതിച്ച അവനെ എന്ത് വില കൊടുത്തും തിരിച്ചടിക്കണമെന്നും സാഗർ കൃഷ്ണനോട് പറഞ്ഞിരിക്കുകയാണ്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യണം എന്നും കൂടെ ഞാൻ ഉണ്ടാകും എന്നുള്ള ഉറപ്പും നൽകിയതിനെ തുടർന്ന് കൃഷ് പുതിയ തന്ത്രങ്ങളുമായി സാഗറിന്റെ കൂടെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.